ഹലോ എവരി വൺ, ഐ ഹോപ്പ് ഓൾ ആർ ഗുഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയിട്ടുള്ള ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്ന പോയത്തിനെ കുറിച്ചിട്ടാണ്. ഇത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റ് ജനിക്കുന്നത് 1874 മാർച്ച് 26 ഇദ്ദേഹം വന്നിട്ട് ഒരു അമേരിക്കൻ പോയറ്റും റൊമാൻറ്റിക് പോയറ്റൊക്കെ ആയിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പിംഗ് ബൈ ദ വൂഡ്സ് ഓൺ എ സ്നോവി ഈവനിങ്, നത്തിങ് കോൾഡ് ക്യാൻ സ്റ്റേ, മെൻഡിങ് വാൾ, റോഡ് നോട്ട് ടേക്കൺ, ഹോം ബെറിയൽ, ദ ഡെത്ത് ഓഫ് ഹയറ്റ്മാൻ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളായിരുന്നു. ഈ പോയത്തിൽ മെയിനായിട്ട് വരുന്ന തീമുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ആപ്പിൾ, ദ ഇൻസിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ, ദ ഫെലിബിലിറ്റി ഓഫ് ഹ്യൂമൻ പെർസെപ്ഷൻ, ദ പവർ ഓഫ് ലേബർ, വർക്ക് ആൻഡ് സ്ലീപ്പ്, ലൈഫ് ആൻഡ് ഡെത്ത്, ഇതൊക്കെ ആയിരുന്നു. ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്ന ഈ പോയം 1914 നോർത്ത് ഓഫ് ബോസ്റ്റണിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് പോയട്രി കളക്ഷനിൽ പെടുന്ന ഒരു പോയമായിരുന്നു. ഇതിൽ ടോട്ടലായിട്ട് 42 ലൈൻസ് ആണ് ഉള്ളത്. ഇത് പ്രോപ്പറായിട്ടൊരു സ്റ്റാൻഡേർഡ് റൈമിംഗ് സ്കീം ഒന്നും ഫോളോ ചെയ്യാത്തൊരു പോയം കൂടിയാണ്. ഇനി നമുക്ക് ആഫ്റ്റർ ആപ്പിൾ പിക്കിംഗ് എന്ന് പറയുന്ന ഈ പോയത്തിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റർ ആപ്പിൾ ട്രീയിൽ നിന്ന് ആപ്പിൾസ് ഒക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് റൈറ്റർ ആപ്പിൾസ് എല്ലാം പറിച്ചുകൊണ്ട് നിൽക്കുന്നത്. ബട്ട് കുറച്ചുകൂടെ ആപ്പിൾ പറിക്കാൻ നിൽക്കെ റൈറ്ററിന് വല്ലാണ്ട് ക്ഷീണം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ ആപ്പിളിൻ്റെ സ്മെല്ലും വിൻ്റർ ആയതിൻ്റെ ആ മെല്ലെയുള്ള തണുപ്പും ഒക്കെ കാരണം റൈറ്ററിന് വല്ലാണ്ട് ഉറക്കം വരികയാണ്. അങ്ങനെ അദ്ദേഹം ഉറക്കത്തിലേക്ക് മെല്ലെ മെല്ലെ അങ്ങനെ വീണ് തുടങ്ങുകയാണ്. ആ സമയത്ത് റൈറ്റർ ഉറക്കത്തിൽ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് കാണുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഉറക്കത്തിനെയാണ് റൈറ്റർ കാണിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ ജെയിൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പിളിനെയും അതിൻ്റെ മേലെയുള്ള ഒരു ബ്രൗൺ കളറും സ്റ്റെമ്മൊക്കെ അദ്ദേഹം ക്ലിയർ ആയിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വന്നിട്ട് ഒരു ലാഡറിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു ഈ ആപ്പിൾസ് എല്ലാം പറിച്ചുകൊണ്ടിരുന്നത്. ഈ ലാഡറിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴുള്ള ആ പെയിൻ വരെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലായതുകൊണ്ടാണ് ആ പെയിൻ വരെ അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ആ ലാഡറിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെയും കുറേ ജെയിൻ്റ് ആയിട്ടുള്ള ആപ്പിൾസ് ആ മരത്തിൽ നിൽക്കുന്നത് കാണുകയാണ്. അതുപോലെ തന്നെ കുറേ ആപ്പിൾസ് താഴേക്ക് വീഴുന്ന സൗണ്ടും ഇദ്ദേഹം കേൾക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ് ആ താഴെ വീണിട്ടുള്ള ആപ്പിൾസ് എല്ലാം എടുത്തിട്ട് അതിനെ ജ്യൂസ് ആക്കാമെന്നും വിചാരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇത്രയും ക്ലിയർ ആയിട്ട് ഇദ്ദേഹം കാണാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വുഡ്ചക്കിനെ പോലെ അത്രയും ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലേക്ക് ഇറങ്ങി ചെന്നതുകൊണ്ടാണെന്നാണ് റൈറ്റർ പറയുന്നത്. ഇത്രയുള്ള ഈ പോയത്തിൻ്റെ സമ്മറി. ഇത് വന്നിട്ടൊരു ഷോർട്ട് പോയാണ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ ആർ അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് അയയ്ക്കുക. സോ താങ്ക് യു ഫോർ യുവർ ലിസണിങ്.